എല്ലാവർക്കും വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഒരു റീഡിംഗ് നോക്കാം. അത് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ ഒരു റീഡിംഗ് കൂടുതൽ റെസണേറ്റ് ആവുക. അപ്പം ആ ഒരു നിങ്ങളുടെ ഒരു റിലേഷനിലെ ഈ ഒരു സെപ്പറേഷൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് എന്താണ് അടുത്തതായിട്ട് യൂണിവേഴ്സ് ഇതിനൊരു ആക്ഷൻ എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ എനർജിയിലേക്കും അട്രാക്റ്റ് ചെയ്യുക. ബാക്കിയുള്ളവയെ നിങ്ങൾ വിട്ടുകളയുക ദയവ് ചെയ്ത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. Queen of Swords, Ace of Cups, Seven of Wands, Six of Pentacles, Two of Pentacles, Three of Swords, Five of Cups, Three of Pentacles, Strength, Knight of Swords, Temperance. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എനി സിറ്റുവേഷൻ ആകാം, നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതൊരു സിറ്റുവേഷനും ആകാം. ഒരു പേഴ്സൺ ആകാം, അവരുടെ ഫാമിലി, സൗഹൃദങ്ങൾ, ജോലി, അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും ആകാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ നിങ്ങൾക്കിടയിൽ മറ്റേതോ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു വ്യക്തി ഭയങ്കരമായ കൺഫ്യൂഷനിലാണ്. ലൈക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അവർക്ക് മുന്നോട്ട് പോകണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹമുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു സ്നേഹവും കെയറും ഒക്കെ അവർക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് തിരികെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതിൽ തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തു വരും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ അവർക്ക് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്നും എല്ലാം വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം ഇതിനകത്ത് കാണുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഇമോഷണൽ ആ വ്യക്തിക്ക് മറ്റേതോ ഒരു വ്യക്തി, അതായത് ആ വ്യക്തിക്ക് അനുസരിക്കേണ്ടി വരുന്ന മറ്റേതോ ഒരു സിറ്റുവേഷൻ ആകാം. ആ ഒരു സിറ്റുവേഷനിലെ ആൾക്ക് നിന്നേ പറ്റൂ എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഇറങ്ങിപ്പോരുക എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. അവിടെയും ഇതുപോലെ നിങ്ങളോടുണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ഗിവ് ആൻഡ് ടേക്ക് നടന്നിരുന്ന ഒരു സിറ്റുവേഷനാണ്. അതൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആകാം. അപ്പം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട്, അതിനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവരവിടെ വളരെയധികം ഒരു ഒബീഡിയൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ അനുസരണയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അല്ലെങ്കിൽ മേ ബി അതൊരു ജോലിയാകാം,
കാരണം ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്നാൽ മാത്രമേ ആളുടെ കരിയർ അല്ലെങ്കിൽ ആൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവൂ എന്ന് ആൾക്കറിയാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിന് രണ്ടിനെയും കൂടി അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർക്കറിയാം നിങ്ങളുടെ ഹേർട്ടിനെ അവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ അവർ വേദനിപ്പിച്ചു, നിങ്ങൾക്ക് ഒരു വളരെയധികം വലിയൊരു പെയിൻ തന്നു എന്നെല്ലാം അവർക്കറിയാം. അവർ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മറുപടി പോലും തന്നിട്ടുണ്ടാവില്ല. എന്താണ് അവർക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ പോലും അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്താകും, ഞാനിനി വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെയധികം നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതും. അപ്പം ആ ഒരു വ്യക്തിക്ക് അറിയാം അവർ നിങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല എന്നും നിങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി തരാൻ പറ്റാതെ അവരിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഈ ഒരു കാരണം. ലൈക്ക് അവർക്കത് പറയാൻ ചിലപ്പോൾ അവരുടെ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് എനിക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്ന ഒരു ധൈര്യം, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ വ്യക്തി ഫീൽ ചെയ്തിരുന്ന ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഇന്നർ സ്ട്രെങ്ത് ഒക്കെ അവർക്കിപ്പോൾ വളരെയധികം മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ സിറ്റുവേഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനോ ഒന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവർ. കുറച്ചൊരു ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേതെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് എല്ലാം തനിയെ ചെയ്യണം, തനിയെ എല്ലാം സോർട്ട് ചെയ്യണം എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആള് സ്വയം ലൈക്ക് നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമ്പം ഭൂമിയുടെ അതായത് ലോകത്തിൻ്റെതായ ഒരുപാട് സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിങ്ങിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ എനർജിയാണ്. അപ്പോൾ ആൾക്കറിയാം എവിടെ ആയാലും ഏതൊരു സിറ്റുവേഷനിൽ പോയാലും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളാണ് ആ വ്യക്തി എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആള് കുറച്ച് സമയം എടുത്ത് എല്ലാം ഒരു മോഡറേഷൻ പീരീഡിൽ, അതായത് രണ്ടിനെയും കൂടി എല്ലാം സോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി ആളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീകൺസിലേഷനായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു വ്യക്തി തരുന്നത്. തിരികെ വരും, അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ശരിയാക്കിയതിന് ശേഷം തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പാസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അതുപോലെ ഇതിനകത്ത് ഉള്ള ഒരു ഡിവൈൻ മെസ്സേജ് എന്താണെന്നൊന്ന് നോക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ. സ്റ്റാർ കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്.
Hermit, Devil, Two of Swords, Two of Wands. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പം ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്ഡായി പോയി എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു റിലേഷനിൽ ഞാൻ ട്രാപ്ഡായി പോയി, ഞാൻ എന്ത് ചെയ്യും ഇനി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ ബാലൻസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആകാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഒരു സ്റ്റാർ കാർഡാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു റിന്യൂവലാണ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി. ലൈക്ക് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. ഒരു സെൽഫ് ലവിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കി അതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതിപ്പം നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യവുമാകാം. ലൈക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു സെൽഫ് ലവിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പം അത്തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളിങ്ങനെ ആ ഒരു സിറ്റുവേഷന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കാതെ ഒരു ആക്ഷൻ എടുക്കാനാണ് ഡിവൈൻ പറയുന്നത്. അപ്പം ഈ ഒരു വ്യക്തി അങ്ങനെ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി നോക്കി, നിങ്ങളുടെ ഒരു കുറച്ചുകൂടി സെൽഫ് ലവ് ഒക്കെ നോക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുള്ള ബ്ലോക്കേജുകൾ മാറി ആ ഒരു വ്യക്തി ആ ഒരു സമയത്ത് തിരികെ വരുന്നതായിരിക്കും. അപ്പം നമ്മളും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ എപ്പോൾ വരും എന്ന് വിചാരിച്ച് അങ്ങോട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളെ ഒരിക്കലും മിസ് ചെയ്യില്ല. കാരണം നമ്മളെപ്പോഴും ആ ഒരാളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഈ ലോകത്തെ എല്ലാം ഒരു ക്രിയേറ്ററിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അപ്പം ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും കണക്റ്റഡ് ആണ്. അപ്പം ഒരാളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടെലിപ്പതി വർക്കൗട്ട് ആകും, നമ്മുടെ എനർജി അവരിലേക്ക് ട്രാൻസ്ഫർ ആകും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് നിങ്ങളെ ഒരു മിസ്സിങ് വേണം. അതായത് നമ്മൾ നേരത്തെ റീഡിങ് നോക്കിയപ്പോഴും കണ്ടിരുന്നു, നിങ്ങൾ എവിടെയും പോവില്ല, അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചു വന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ റിസീവ് ചെയ്യാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു ലൈക്ക് ഒരു എൻസ്ലേവ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരികെ വേണമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. കാരണം നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് നമ്മളെ തന്നെ കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാനും, നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുമാണ്. അപ്പോൾ അതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ദൈവം തരുന്ന ഓരോ ഗിഫ്റ്റുകളാണ് ഓരോരോ പേഴ്സൺസ്. നമ്മുടെ ജീവിതത്തിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് മാത്രമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തി അത്രയും ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെയും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിലേക്ക് നിങ്ങളാണ് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം വേറൊരാൾ വരുന്നതാണ് നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ചാൽ ആ ഒരു വ്യക്തി പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകും. അപ്പം എല്ലാ ബന്ധങ്ങളും ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെൻറ്റിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പം നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി.
നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്മകളും ഹൃദയത്തിൽ ഒരുപാട് സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.